മദ്രസാധ്യാപകരുടെ ശാക്തീകരണത്തിനായി സച്ചാർ സമിതി നിർദ്ദേശിച്ച പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് ആവശ്യപ്പെട്ടു. തിരൂരിൽ സംഘടിപ്പിച്ച മദ്രസാധ്യാപക സമ്മേളനത്തിലാണ് അഭിപ്രായം ഉയർന്നത്. വിസ്ഡം പണ്ഡിത സഭയായ ലജ്നത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയ സംസ്ഥാന അധ്യക്ഷൻ സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മക്കൾ പോലും പരീക്ഷ കഴിഞ്ഞ് പാസ്സായി തീർന്ന് അവന്റെ ജീവിതത്തിന്റെ മറ്റൊരു മേഖലകളിലേക്ക് പോയാൽ ആരാധനകളിലുള്ള നിഷ്ഠയില്ല. എന്തുകൊണ്ട്? അതിനാരും കൽപ്പിക്കാനില്ലല്ലോ. അന്ന് ഉസ്താദ് അടിക്കുമായിരുന്നു, അന്ന് ടീച്ചർ ചീത്ത പറയുമായിരുന്നു. നമസ്കരിക്കാത്തത് കൊണ്ട് എന്നെ ഇപ്പോൾ ചീത്ത പറയാൻ ആരുമില്ലെങ്കിലും ഞാൻ ആരുമില്ലാത്ത സന്ദർഭത്തിലും എൻ്റെ റബ്ബിനെ ഭയപ്പെടണമല്ലോ, അവന് ചെയ്യേണ്ടത് ചെയ്യണമല്ലോ എന്നിങ്ങനെയുള്ള ആരാധനാപരമായ ശിക്ഷണം അവർക്ക് ലഭിക്കണം. അതിനറിയണം കുട്ടികൾക്ക്. കുർക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. ഞാനതിനെ എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നു, എന്നെ കേൾക്കുന്നവരോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ന് ഒരു അധ്യാപകന്റെ ചുമതല ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. സത്യത്തിൽ മദ്രസ അധ്യാപനത്തിലൂടെ സമൂഹത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. കുടുംബത്തിനകത്ത്, മക്കളുടെ മുൻപിൽ, സമൂഹത്തിനിടയിൽ, കൂട്ടുകാരുടെ മധ്യത്തിൽ, നമ്മുടെ ഇടപാടുകളുടെ കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾക്ക് യഥാർത്ഥ മുസ്ലിമിന്റെ മുമ്പിൽ നിന്ന് പഠിക്കാൻ കാര്യങ്ങൾ കിട്ടണം. അവിടെയാണ് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന ഖുർആന്റെ സന്ദേശത്തിലൂടെ. വിസ്ഡം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂർ അധ്യക്ഷനായി. വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിസ്ഡം സംസ്ഥാന ട്രഷറർ കെ സജാദ്, സെക്രട്ടറിമാരായ നാസിർ ബാലുശ്ശേരി, CP സലീം, ഹാരിസ് ബിൻ സലീം, വിസ്ഡം യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ താജുദ്ദീൻ സൊലാഹി, റഷീദ് കാരപ്പുറം, PK അംജദ് മദനി, P അബ്ദുറഹ്മാൻ അൻസാരി, ഇർഫാൻ സൊലാഹി, ഫൗസാൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ശേഷം ലിബറൽ സമൂഹവും മതാധ്യാപനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു. വിസ്ഡം സംസ്ഥാന അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാരവാഹികളായ TK അഷ്റഫ്, TK നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള ബാസിൽ, മുജീബ് ഒട്ടുമൽ, AP മുനവർ സൊലാഹി, ആസിഫ് സൊലാഹി എന്നിവർ നേതൃത്വം നൽകി. സമ്മേളന ഭാഗമായി അധ്യാപകർക്കായി സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്ക് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷെരീഫ് എലാങ്കോട് അവാർഡുകൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.